Chapter 5 Continuity and Differentiability Part 3. Part 2-ൽ ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 കണ്ട ശേഷം പാർട്ട് 3 വീഡിയോ കാണുക. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് ആൻഡ് കണ്ടിന്യൂസ് ഫങ്ഷൻസ്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അതായത് ചാപ്റ്റർ 5-ൽ നമ്മൾ ഇത്രയും ടോപ്പിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ കണ്ടിന്യൂറ്റി, second one differentiability, third one exponential and logarithmic functions, fourth one logarithmic differentiation, fifth one derivatives of functions in parametric forms, sixth one second order derivative and mean value theorem. ഇതിലിപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് continuity at a point. Now consider function f of x equal to x square minus 4 by x minus 2 when x is not equal to 2 and equal to 0 when x is equal to 2. Okay, ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2. അതായത് നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇപ്പോൾ എക്സ് മൈനസ് 2 ക്യാൻസൽ ചെയ്താൽ എക്സ് പ്ലസ് 2 എന്ന് കിട്ടും. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 വെൻ എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 2 ആൻഡ് ഈക്വൽ ടു 0 വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2. എഫ് ഓഫ് 2 0 ആണ്. എഫ് 2-നെ 0ലേക്ക് മാപ്പ് ചെയ്യും. ടു ദ ലെഫ്റ്റ് ഓഫ് 2 എഫ് ഓഫ് എക്സ് ഇസ് എക്സ് പ്ലസ് 2, ടു ദ റൈറ്റ് ഓഫ് 2 എഫ് ഓഫ് എക്സ് ഇസ് എക്സ് പ്ലസ് 2. അതായത് വെൻ എക്സ് ടെൻസ് ടു 2 ഫ്രം ലെഫ്റ്റ് സൈഡ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു 4. വൈ വാല്യൂ ഇവിടെ 4 ആണ്. സോ എഫ് ഓഫ് എക്സ് ടെൻസ് ടു 4. വെൻ എക്സ് ടെൻസ് ടു 2 ഫ്രം റൈറ്റ് സൈഡ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു 4. എഫ് ഓഫ് എക്സ് ഇതുപോലെ ഇങ്ങനെ കുറഞ്ഞ് 4ലേക്കാണ് വരുന്നത്. ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കൂടിയിട്ട് 4ലേക്ക് ടെൻഡ് ചെയ്യും. ഓക്കെ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് 4, എഫ് ഓഫ് 2 ഇസ് 0. അപ്പോൾ ഇവിടെ നോക്കിയ ഒരു കുട്ടി സ്കൂളിലേക്ക് പോവാണ്, റോഡിലൂടെ നടന്ന് സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ഒരു മാൻ ഹോൾ ഉണ്ട്. റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഇതുപോലെ ഇരിക്കുന്ന മാൻ ഹോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ചില സമയത്ത് അതിൻ്റെ അകം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കവർ ഇതുപോലെ തുറന്ന് വെച്ചിട്ടുണ്ടാകും. ഇത് തുറന്നിട്ടാണ് ആൾക്കാർ അതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് അതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തുറന്നു വെക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. ചില കുട്ടികൾ കളിക്കുന്ന സമയത്തൊക്കെ ഇതിൽ വന്ന് പെടേണ്ട സാധ്യതയുണ്ട്. അതുപോലെ ഇരിക്കുന്ന ഫംഗ്ഷനാണ് ഇത്. ഇവിടെ ഒരു ഹോൾ ഉണ്ട്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന കുട്ടി ഇത് കണ്ടില്ല എങ്കിൽ അതിലൂടെ വീണ് ഇവിടത്തേക്ക് എത്തും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഹോൾ ഇരിക്കുന്ന ഫംഗ്ഷനാണ് ഈ ഫംഗ്ഷൻ. അതായത് ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് 4ലേക്ക് പോകുന്നുണ്ട്, റൈറ്റ് ലിമിറ്റ് 4ലേക്ക് പോകുന്നുണ്ട്. പക്ഷേ എഫ് ഓഫ് 2 0 ആണ്. ഇവിടുത്തെ ഈ പോയിന്റ് 2, 4 എന്ന് പറഞ്ഞ പോയിന്റ് ഗ്രാഫിലില്ല. ഇവിടെ ഒരു ഹോളാണ് ഇരിക്കുന്നത്. അടുത്ത ഗ്രാഫ് നോക്കി, ജി ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് മൈനസ് 2. വെൻ എക്സ് ടെൻസ് ടു 2 ഫ്രം ലെഫ്റ്റ് സൈഡ് ജി ഓഫ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. വെൻ എക്സ് ടെൻസ് ടു 2 ഫ്രം റൈറ്റ് സൈഡ് ജി ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ നമ്മുടെ അജയ് അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, അജയ് രാഹുലിൻ്റെ വീട്ടിലേക്ക് പോവാണ്. രാഹുൽ അജയുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ രാഹുൽ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്, മെയിൻ റോഡിലേ വരിക, അവിടെ ഒരു ബോർഡ് ഉണ്ട്, 2 എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ടേൺ ചെയ്യണം. ഈ വളവിൻ്റെ അവസാനം കാണുന്ന വീടാണ് എൻ്റെത്. അപ്പോൾ അജയ് ഇങ്ങനെ വന്നു, ഇവിടുന്ന് നോക്കുമ്പോൾ വളവിൻ്റെ അവസാനം കാണുന്നില്ല. 2ൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോഴും വളവിൻ്റെ അവസാനം കാണുന്നില്ല. ഇങ്ങനെ വന്ന് 2ൻ്റെ അടുത്തിലോട്ട് വന്നിട്ട് നോക്കണം, അവിടെ വളവിൻ്റെ അവസാനമാണ് രാഹുലിൻ്റെ വീട് ഇരിക്കുന്നത്. അപ്പം അജയ് ഈ റോഡിലൂടെ ഇങ്ങനെ നടന്ന് വന്ന് 2ൻ്റെ അടുത്തേക്ക് പോയിട്ട് അങ്ങ് നോക്കിക്കഴിഞ്ഞിട്ടും രാഹുലിൻ്റെ വീട് കാണുന്നില്ല. അതാണ് അജയ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ അവസാനം നമുക്ക് കാണാൻ പറ്റുമോ? ഈ ഇങ്ങനെ പോയിട്ട് ഇത് എവിടത്തേക്കാണ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുമോ നോക്കിക്കഴിഞ്ഞാൽ? ഇല്ല. അതായത് എഫ് ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് ഹിയർ എഫ് ഓഫ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. അടുത്ത ഫംഗ്ഷൻ ക്യൂ ഓഫ് എക്സ്. ഹിയർ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ആസ് എക്സ് when 0 less than or equal to x less than or equal to 10 and equal to 4 when x greater than 10. അതായത് when x is in between 0 and 10 f of x is x 1 to 1, 2 to 2, 3 to 3 അതുപോലെയാണ് മാപ്പ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. when x is greater than 10 f of x is 4. f of x is 4. അതായത് ഫംഗ്ഷൻ്റെ ഗ്രാഫ് നോക്കി, ഗ്രാഫ് ഇങ്ങനെ റൈസ് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് 10ലേക്ക് എത്തും.
10 എന്ന ഒറ്റൊരു ചാട്ടാണ് 4ലേക്ക്. അങ്ങനെ ചാടുന്നെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരാളുടെ ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ? ബിൽഡിങ്ങിന്റെ മുകളിൽ ഇങ്ങനെ കയറി അവസാനം ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് റോഡിലേക്ക് ഒരു ചാട്ടം ചാടുന്ന ആള് ആരാ അത്? യെസ്, സ്പൈഡർമാൻ. ഇപ്പൊ ഇവിടെ സ്പൈഡർമാൻ ചാടുന്ന പോലെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു ചാട്ടം ചാടേണ്ടി വരും ഈ വാല്യൂയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഫംഗ്ഷൻ ഇവിടെ 10 ആണ്, ഇവിടെ എത്തുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 4 ആണ്. അതായത് when x tends to 10 from left side f of x tends to 10, that is left hand limit is 10 and f of 10 is 10. Now consider right hand limit. When x tends to 10 from right side of 10, f of x tends to 4. Left hand limit is not equal to right hand limit. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചാടേണ്ടി വരും. ഇനി നമ്മൾ 3 ഫങ്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. മൂന്നും വളരെ നൈസ് ഫങ്ഷൻസ് ആണ്. ഒരു ഡേഞ്ചറസ് ഒന്നും ഇല്ലാത്ത വളരെ കാമായ ക്വൈറ്റായ ഫങ്ഷൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ q of x equal to 3x plus 4. ഇവിടെ നോക്കിയേ, ഒരു ഹോളോ ജമ്പോ ഒന്നുമില്ല. ഇവിടെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ x equal to 0 എടുത്തു കഴിഞ്ഞാൽ when x tends to 0 from left side, q of x tends to 4. When x tends to 0 from right side, q of x tends to 4 and q of 0 is equal to 4. എവിടെയും ഹോളോ ജമ്പോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. വളരെ നൈസ് ആയ ഒരു ഫംഗ്ഷൻ ആണ് 3x plus 4. ഇതുപോലെ ഇരിക്കുന്ന എല്ലാ സ്ട്രേറ്റ് ലൈൻസും ഇതുപോലെ ഹോൾ ഇല്ലാതെ ജമ്പ് ഇല്ലാതെ ഫങ്ഷൻസ് ആണ്. ഇനി നോക്കിയാൽ നമ്മുടെ ഫേവറേറ്റ് ഫംഗ്ഷൻ സൈൻ എക്സ്, ഇതുപോലെ ഇങ്ങനെ പോകുന്ന ഫംഗ്ഷൻ ആണ് സൈൻ എക്സ്. ഇവിടെ ഹോളോ ജമ്പോ ഒന്നും ഇല്ല. അടുത്ത ഫംഗ്ഷൻ f of x equal to x square 0 less than or equal to x less than or equal to 1 2 minus x when 1 less than x less than or equal to 2. പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. 0 to 1 വരെ നമ്മുടെ ഗ്രാഫ് ഇതുപോലെ എക്സ് സ്ക്വയറിന്റെ ഒരു പാർട്ടാണ്. ഇനി 1 to 2 വരെ സ്ട്രെയിറ്റ് ലൈനിന്റെ ഒരു പാർട്ടാണ് വരുന്നത്. 2 minus x സ്ട്രെയിറ്റ് ലൈനിന്റെ ഒരു പാർട്ടാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇവിടെയും ഒരു ഹോളോ ജമ്പോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഭയങ്കര സന്തോഷം. ഇതെന്താ സംഭവം എന്നറിയോ? ഇതിങ്ങനെ കയറിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലിപ്പായിട്ട് വരാം. നിങ്ങൾ പ്ലേ ഗ്രൗണ്ടിൽ കണ്ടിട്ടില്ലേ? ഇവിടെ സ്റ്റെപ്സ് ഉണ്ടാവും. സ്റ്റെപ്സ് കയറിപ്പോയിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് സ്ലിപ്പ് ചെയ്തുകൊണ്ട് വരാം. പ്ലേ ഗ്രൗണ്ടിലൊക്കെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അതല്ലേ? ഇവിടെയും ഡേഞ്ചറസ് ആയ കാര്യങ്ങളൊന്നുമില്ല. ഹോളില്ല, ജമ്പ് ഇല്ല. ഓക്കെ, അതായത് ഈ പോയിന്റ് x equal to 1 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ when x tends to 1 from left side, f of x tends to 1. Okay, x square 1 square is 1. So limit x tends to 1 minus f of x is 1. When x tends to 1 from right side, 2 minus 1, that is 1. Limit x tends to 1 plus f of x is 1. Left hand limit is equal to right hand limit. And f of 1, when x is equal to 1, 1 square is 1. So limit x tends to 1, f of x exists and limit x tends to 1, f of x is equal to f of 1. അതുകൊണ്ട് ഇതും ഒരു വളരെ നൈസ് ആയ ഫംഗ്ഷൻ ആണ് അല്ലേ? കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ്. അപ്പോൾ ഇന്ന് നമ്മൾ 6 ഗ്രാഫ്സ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞു. അതിൽ ആദ്യത്തെ 3 കുറച്ച് ഡേഞ്ചറസ് ആയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ബാക്കി ഇരുന്ന 3 ഫംഗ്ഷൻസും വളരെ നൈസ് ആയ ഫംഗ്ഷൻസ് ആണ്. അവിടെ ഒരു ഹോളോ ജമ്പോ ഒന്നും ഇല്ലാത്ത ഫംഗ്ഷൻസ് ആണ്. അതുപോലെ ഇരിക്കുന്ന ഫംഗ്ഷൻസിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Continuity at a point. Let f be a real function and a be any point in the domain of f. Okay, a be a point in domain of f. Then f is said to be continuous at x equal to a if limit x tends to a, f of x exists and limit x tends to a, f of x is equal to f of a. ഇതാണ് continuity at a point in the condition. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ആ ലിമിറ്റ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഫംഗ്ഷൻ അറ്റ് എ ആയിരിക്കണം. ഇനി നമ്മൾ ലിമിറ്റ് കാണുന്ന സമയത്ത് ചില പീസ് വൈസ് ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് കാണുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആയിരിക്കണം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് and limit x tends to a minus f of x is equal to limit x tends to a plus f of x, that is equal to f of a. If the left hand limit, right hand limit and the value of the function at x equal to a exist and are equal, then f is continuous at x equal to a. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇതാണ് സംഭവം.
If a function is continuous at x equal to a, then limit x tends to a f of x is equal to f of a, or limit x tends to a minus f of x equal to limit x tends to a plus f of x equal to f of a. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ എന്തൊക്കെ കണ്ടുപിടിക്കണം? ആദ്യം നമ്മൾ എഫ് ഓഫ് എ കണ്ടുപിടിക്കണം, പിന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അത് രണ്ടും ഈക്വൽ ആണോ ചെക്ക് ചെയ്യണം. ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും, ഈക്വൽ അല്ല എങ്കിൽ ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. ഇനി ചില പീസ് വൈസ് ഫംഗ്ഷൻസിനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ കണ്ടുപിടിച്ച് അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, ഈ ലിമിറ്റും എഫ് ഓഫ് എയും ഈക്വൽ ആണോ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ഈ ഫംഗ്ഷൻ നോക്കിയാൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫംഗ്ഷനാണിത്. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഫംഗ്ഷനാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറ്റ് ദിസ് പോയിന്റ് എക്സ് ഈക്വൽ ടു 1, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് 1. വൈ വാല്യൂ ആണ് നോക്കേണ്ടത്, 1ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് 1 ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് 1 ആൻഡ് എഫ് ഓഫ് എ എന്ന് വെച്ചാൽ ഈ ലെങ്ത് ആണ്, എഫ് ഓഫ് എ ഇസ് 1. ഈ മൂന്ന് വാല്യൂവും സെയിം ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ. സോ ദിസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ഇവിടെ ഹോൾ ഇല്ല, ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത് ക്ലോസ്ഡ് സർക്കിൾ ആണ്, ഷേഡഡ് സർക്കിൾ ആണ് ഇവിടെ ഇരിക്കുന്നത്. ദാറ്റ് ഇസ് ദിസ് പോയിന്റ് 1, 1 belongs to the graph. So this function is continuous at x equal to 1. If a function f is not continuous at x equal to a, then f is discontinuous at a and a is called a point of discontinuity of f. അതായത് എഫ് എ എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല എങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, എ is said to be point of discontinuity of f. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഫംഗ്ഷൻ നോക്കിയേ, എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എക്സ് സ്ക്വയർ 0 less than or equal to x less than or equal to 1, 3 minus x, 1 less than x less than or equal to 2. അതായത് 0 to 1 x square, 1 to 2 3 minus x. Now x equal to 1, here we have x is equal to 1. When x is equal to 1, f of x is x square, that is 1 square is 1. So 1 is mapped to 1. When x tends to 1 from left side, f of x tends to 1, y value or f of x tending to 1, this value 1. When x tends to 1 from right side, f of x tends to 2. f of x നോക്കിയാൽ ഇതുപോലെ ഇങ്ങനെ പോയിട്ട് 2ലേക്കാണ് പോകുന്നത്. y വാല്യൂ ഇവിടെ 2 ആണ്. സോ ലിമിറ്റ് x tends to 1 plus f of x is 2. ഇനി എഫ് ഓഫ് എയുടെ വാല്യൂ, അതായത് ഈ ലെങ്ത് എഫ് ഓഫ് എ, ദാറ്റ് ഇസ് എഫ് ഓഫ് 1 is 1. ഹിയർ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് is 1, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് is 2. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് is not equal to right hand limit. So limit x tends to 1, f of x does not exist. So this function is not continuous at x equal to 1. ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് കണ്ടിന്യൂസ് അല്ല, ഈ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇവിടം വരെ പോയിട്ട് പിന്നെ ഫംഗ്ഷൻ ഒറ്റൊരു ചാട്ടം മുകളിലോട്ട് ചാടേണ്ടി വരും. So this function is not continuous at x equal to 1. അടുത്ത ഫംഗ്ഷൻ നോക്കിയേ, ചെറിയൊരു മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഇസ് എക്സ് സ്ക്വയർ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1, 3 മൈനസ് എക്സ് വെൻ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് ഈക്വൽ ടു 1.5 വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് 1, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് 2 ആൻഡ് എഫ് ഓഫ് 1 ഇസ് 1.5. ഇവിടെയാണ് നമ്മുടെ എഫ് ഓഫ് 1 ഇരിക്കുന്നത്, 1.5. ഈ ഒരു പോയിന്റ് ഗ്രാഫിൻ്റെ അകത്ത് ഉണ്ടാകും. ഈ പോയിന്റും ഇവിടെ ഇരിക്കുന്ന ഈ പോയിന്റ്, അതായത് 1, 1, 1, 2 നോട്ട് ബിലോങ്സ് ടു ഗ്രാഫ്. അതുകൊണ്ടാണ് ഇവിടെ ഇതുപോലെ ഓപ്പൺ സർക്കിൾ ഇട്ടിരിക്കുന്നത്, ഹോളോ സർക്കിൾ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഷേഡഡ് സർക്കിളാണ് ഇട്ടിരിക്കുന്നത്. ഈ പോയിന്റ് ഗ്രാഫിലുണ്ട്, ഈ രണ്ട് പോയിന്റ്സും ഗ്രാഫിൻ്റെ അകത്ത് ഇല്ല. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി function is not continuous at x equal to 1. Limit x tends to 1, f of x does not exist because left hand limit is not equal to right hand limit. Okay, so this function is not continuous at x equal to 1. NCERT textbook problems ആണ് ഇത്. First one, prove that f of x equal to 5x minus 3 is continuous at x equal to 0, at x equal to minus 3 and at x equal to 5. കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എഫ് ഓഫ്
എ കണ്ടുപിടിക്കണം. ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇവിടെ പോയിന്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് 0. ഫംഗ്ഷൻ ഇസ് 5x minus 3. എഫ് ഓഫ് 0 എക്സ് ഈക്വൽ ടു 0. 5 into 0 minus 3. 5 into 0 is 0. 0 minus 3 is minus 3. എഫ് ഓഫ് 0 കണ്ടുപിടിക്കാൻ എഫ് ഓഫ് എക്സിൽ എക്സ് ഉള്ള സ്ഥലത്ത് 0 കൊടുക്കണം. 5 into 0 minus 3 is minus 3. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് 5x minus 3. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എഫ് ഓഫ് എക്സ് ഉള്ള സ്ഥലത്ത് 5x minus 3 എഴുതണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 5x minus 3. ലിമിറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എക്സ് ഉള്ള സ്ഥലത്ത് 0 കൊടുത്താൽ മതി. റീപ്ലേസ് ദിസ് എക്സ് ബൈ 0. ഇതൊരു പോളിനോമിയൽ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇസ് എഫ് ഓഫ് എ. പാർട്ട് 2 നമ്മളിത് പഠിച്ചിട്ടുണ്ട്. If f of x is a polynomial, then limit x tends to a, f of x is f of a. So replace this x by 0. 5 into 0 is 0. 0 minus 3 is minus 3. Therefore, here limit at 0 is equal to value of the function at 0. Limit x tends to 0, f of x is equal to f of 0. So f is continuous at x equal to 0. Now second one, x equal to minus 3. Now f of minus 3 equal to 5 into minus 3 minus 3. That is minus 15 minus 3. Which is equal to minus 18. Now limit x tends to minus 3, f of x is limit x tends to minus 3, function is 5x minus 3. Now replace x by minus 3. 5 into minus 3 minus 3. 5 into minus 3 is minus 15. Minus 15 minus 3 is minus 18. So limit x tends to minus 3, f of x is minus 18 and f of minus 3 is minus 18. So limit x tends to minus 3, f of x equal to f of minus 3. Therefore, f is continuous at x equal to minus 3. Now third one, x equal to 5. Now f of 5 equal to 5 into 5 minus 3. 25 minus 3 is 22. Now limit x tends to 5, f of x is limit x tends to 5, 5x minus 3. Replace x by 5. 5 into 5 minus 3. 25 minus 3, 22. Now these two values are equal. So limit x tends to 5, f of x is equal to f of 5. So f is continuous at x equal to 5. നോട്ടിൽ നന്നായിട്ട് എഴുതിയിട്ട് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇത് വളരെ ഈസി ആയ കൺസെപ്റ്റ് ആണ്. നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇതാണ് നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് 5x minus 3. അപ്പോൾ ഇതുപോലെ ഇരിക്കുന്ന ലീനിയർ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ്. നമ്മൾ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഫംഗ്ഷൻസ് ഓഫ് ദ ഫോം a x plus b are continuous at all a belongs to R. ജനറൽ ആയിട്ട് നമുക്കത് പ്രൂവ് ചെയ്തിട്ട് വെച്ചേക്കാം. f of x equal to 5x minus 3. Let a be any real number. Now f of a is 5a minus 3. Now limit x tends to a, f of x is limit x tends to a 5x minus 3, which is equal to 5a minus 3. So limit x tends to a, f of x equal to f of a. So this function is continuous at all a belongs to R. So f is a continuous function. ഇതുപോലെ ഇരിക്കുന്ന ഫംഗ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് എപ്പോഴും എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. 5x minus 3, f of x equal to 5x minus 3 is continuous at all a belongs to R. Now second one, examine the continuity of the function f of x equal to 2x square minus 1 at x equal to 3. Here function is 2x square minus 3. Point is x is equal to 3. Now first we have to find f of 3. Then limit x tends to 3, f of x. Now f of 3 is 2 into 3 square minus 1. 2 into 9 minus 1. 2 into 9 is 18. 18 minus 1 is 17. Now next we have to find limit x tends to 3, f of x. That is limit x tends to 3, f of x is 2x square minus 1. Now replace x by 3. 2 into 3 square minus 1. 2 into 9 minus 1. 18 minus 1 is 17. ഈ രണ്ട് വാല്യൂസ് ഈക്വൽ അല്ലേ? ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആയതുകൊണ്ട് ദിസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. ലിമിറ്റ് ഇസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് 3. സോ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. അപ്പോൾ ഇതുപോലെ നോട്ടിൽ എഴുതി വെച്ചേക്കണം. ഇതാണ് ഗ്രാഫ്. ഗ്രാഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിൻ്റെ സൈഡിൽ വരച്ച് വെച്ചേക്കാം, നിർബന്ധമൊന്നുമില്ല. എക്സാമിന് ഇത് വരച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഓൾജിബ്രിക് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത പോലെ ചെയ്താൽ മതി. Now next is continuous function. A function f of x is said to be a continuous function if it is continuous at every point in its domain. ഡൊമെയിനിലെ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഫംഗ്ഷനെ എന്താ നമ്മൾ പറയുന്നത്,
കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഡൊമെയിനിലെ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കണം. That is, for all a belongs to domain of f of x, first one, f of a is defined. അതായത് f of a finite real number ആയിരിക്കണം. Second one, limit extends to a f of x exist. Third one, limit extends to a f of x equal to f of a. ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അത് എവിടെയൊക്കെ ആവണം? എല്ലാ എയിലും അത് സാറ്റിസ്ഫൈ ചെയ്യണം. Then we say that f of x is a continuous function. ഡൊമെയിനിലെ എല്ലാ എലമെൻസിലും ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എഫ് ഓഫ് എ ഫൈനൈറ്റ് റിയൽ നമ്പർ ആയിരിക്കണം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആയിരിക്കണം. Then f is said to be a continuous function. Now tan x is continuous in its domain. What is domain of tan x? Tan x is sin x by cos x. So when cos x is equal to 0, cos is 0 when x is equal to pi by 2, 3 pi by 2, 5 pi by 2, 7 pi by 2, etc. So we have to eliminate those values from set of all real numbers. So domain of tan x is r minus set of all x such that x equal to 2n plus 1 pi by 2, n belongs to set. Cos x 0 ആന വാല്യൂസിനെ നമ്മൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് ഡിലീറ്റ് ചെയ്യണം. അപ്പം ഇതാണ് നമ്മുടെ ടാൻ എക്സിന്റെ ഡൊമൈൻ. ടാൻ എക്സിന്റെ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് കണ്ടിന്യൂസ് അല്ലല്ലോ എന്ന് തോന്നും. കാരണം എന്താ, ഇവിടെ ഒരു പീസ് ഉണ്ട്, ഇവിടെ ഒരു പീസ് ഉണ്ട്. നമുക്ക് പെണ്ണ് റൈസ് ചെയ്യാണ്ട് നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരക്കാൻ പറ്റൂല. പക്ഷേ ഈ ഫംഗ്ഷൻ അതിന്റെ ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണ്. കാരണം ഇവിടെ മൈനസ് പൈ ബൈ ടു, പൈ ബൈ ടു, 3 പൈ ബൈ ടു, 5 പൈ ബൈ ടു ഇതൊന്നും ഡൊമൈൻ്റെ അകത്തില്ല. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ വാല്യൂസ് ഡൊമൈൻ്റെ അകത്തില്ല. അതുകൊണ്ട് എന്താ, ഫംഗ്ഷൻ കണ്ടിന്യൂസ്. ടാൻ എക്സ് ഇസ് കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ. Now consider second function f of x equal to 1 by x. 1 by x is continuous in its domain. What is domain of 1 by x? R minus set 0. 0 ഇതിന്റെ ഡൊമൈൻ്റെ അകത്ത് ഇല്ല. At 0 function is not defined. So domain is R minus set 0. 0 മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ. When x tends to 0, f of x tends to infinity. When x tends to 0 from left side, f of x tends to minus infinity. When x tends to 0 from right side, f of x tends to infinity. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യപ്പെടാത്തത് x equal to 0 ഈ പോയിന്റിലാണ്. ഈ പോയിന്റ് അതിന്റെ ഡൊമൈൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ട് this function, that is f of x equal to 1 by x is continuous at all points of its domain. Now third one, examine the following functions for continuity. First one, f of x equal to x minus 5. Second one, f of x equal to 1 by x minus 5. Third one, f of x equal to x square minus 25 divided by x plus 5. Fourth one, f of x equal to modulus of x minus 5. Now first is f of x equal to x minus 5. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടേക്ക് c belongs to r. f of c equal to, f of x is x minus 5. So f of c equal to c minus 5. Now limit x tends to c, f of x is limit x tends to c x minus 5. That's equal to c minus 5. So limit is equal to f of c. Therefore limit x tends to c, f of x equal to f of c. Therefore x minus 5 is continuous at all c belongs to r. ഇതുപോലെ തരുന്ന ലീനിയർ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. ഇത് പ്രൂവ് ചെയ്യേണ്ട ഓൾജിബ്രിക് മെത്തഡാണ് ഇത്. ഒരു റിയൽ നമ്പർ എടുക്കണം, സി ആണ് നമ്മൾ എടുത്തിരിക്കുന്ന റിയൽ നമ്പർ. എഫ് ഓഫ് സി കണ്ടുപിടിക്കണം, ലിമിറ്റ് അറ്റ് സി കണ്ടുപിടിക്കണം. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈക്വൽ ആണെന്ന് നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് ഓൾ സി ബിലോങ്സ് ടു ആർ. ഇനി ഇതിന്റെ ഗ്രാഫ് നമുക്കൊന്ന് നോക്കാം. ഗ്രാഫ് ഇതുപോലെയാണ്, എക്സ് മൈനസ് 5. ഗ്രാഫ് നോട്ടിന്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് വരച്ചു വെച്ചോളൂ. Now second one, f of x equal to 1 by x minus 5. Now at x equal to 5, as x tends to 5 from left side, f of x tends to minus infinity. As x tends to 5 from right side, f of x tends to infinity. Therefore limit x tends to 5, f of x does not exist. Therefore f of x is not continuous at x equal to 5. f of x is continuous at all c belongs to r, c not equal to 5. Now domain of f of x is r minus set 5. So f of x is continuous in its domain. ഇതാണ് നമ്മുടെ ഗ്രാഫ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by x minus 5ന്റെ ഗ്രാഫ് ഇതാണ്.
When x tends to 5 from right side, f of x tends to infinity. When x tends to 5 from left side, f of x tends to minus infinity. പക്ഷേ ഈ 5 ഫംഗ്ഷന്റെ ഡൊമെയിൻ്റെ അകത്തില്ല. സോ ദിസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് ഡൊമെയിൻ. നമ്മൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ കണ്ടിന്യൂസ് അല്ല, കാരണം ഇത് 5ൽ കണ്ടിന്യൂസ് അല്ല. പക്ഷെ ഇതിന്റെ ഡൊമെയിൻ എടുത്തു കഴിഞ്ഞാൽ, ഇതിന്റെ ഡൊമെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ r മൈനസ് സെറ്റ് 5, ഡൊമെയിൻ്റെ അകത്ത് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. Now see f of x equal to x square minus 25 divided by x plus 5. Now what is x square minus 25? X minus 5 into x plus 5. Now cancelling x plus 5 we get x minus 5. So f of x equal to x minus 5. F of x is not defined at x equal to minus 5. Hence f of x is not continuous at x equal to minus 5. At x not equal to minus 5, f of x is continuous. X equal to minus 5 ൽ മാത്രമേ പ്രശ്നമുള്ളൂ. Let x is equal to c, f of c equal to c minus 5, and limit x tends to c, f of x is equal to c minus 5. So f of x is continuous at all c belongs to R, c not equal to minus 5. Now graph of f of x is like this. Here we have a hole. When x equal to minus 5, function is not defined. So we have a hole at minus 5 minus 10. ഈ minus 5 minus 10ൽ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ഈ ഫംഗ്ഷൻ x ഈക്വൽ ടു മൈനസ് 5ൽ കണ്ടിന്യൂസ് അല്ല. ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ r മൈനസ് സെറ്റ് മൈനസ് 5. ആ ഡൊമെയിൻ്റെ അകത്ത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. Now next, f of x equal to modulus of x minus 5. We know that modulus of x is equal to x when x greater than or equal to 0, equal to minus x when x less than 0. ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുത്ത് ഓർത്ത് വെച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, when x is equal to 2, modulus of 2 is 2. When x is equal to minus 3 is less than 0. Modulus of minus 3 is 3. 3 equal to minus of minus 3, that is minus x. So this is the definition of modulus of x. Now what is definition of modulus of x minus 5? Modulus of x minus 5 is equal to x minus 5 when x minus 5 greater than or equal to 0. ഈ വാല്യൂ പോസിറ്റീവ് ആവണം. x minus 5 greater than or equal to 0. Modulus of x minus 5 is equal to minus x minus 5 when x minus 5 is negative. X minus 5 is less than 0. That is f of x equal to x minus 5 when x is greater than or equal to 5. Minus 5 ഇപ്പുറത്തേക്ക് എടുക്കണം. x is greater than or equal to 5. Now minus of x minus 5 is minus x plus 5. Minus x plus 5 when x is less than 5. So this is the definition of f of x. F of x equal to x minus 5 when x greater than or equal to 5. Minus x plus 5 when x is less than 5. When x less than 5, f of x is minus x plus 5, which is a polynomial. Limit x tends to c, f of x is limit x tends to c minus x plus 5, which is equal to minus c plus 5, which is equal to f of c. So when x less than 5, f of x is continuous. When x greater than 5, f of x equal to x minus 5. Limit x tends to c, x minus 5 is c minus 5, which is equal to f of c. This is a polynomial function, so it is continuous. So when x less than 5, f of x is continuous, and x greater than 5, f of x is continuous. Now we have to check at x equal to 5. x equal to 5 ൽ ഫംഗ്ഷൻ എന്താകുന്നുണ്ട് എന്ന് കൂടി മാത്രമേ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. At x equal to 5, limit x tends to 5 minus f of x. എന്തുകൊണ്ടാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടി വരുന്നത്? When x less than 5, f of x is minus x plus 5. എക്സ് ഗ്രേറ്റർ ദാൻ 5 ആകുമ്പോൾ വേറെ വാല്യൂ ആണ് എടുക്കുന്നത്, എക്സ് മൈനസ് 5 ആണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പോൾ നമ്മൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ്. x is tending to 5 and x is less than 5. When x is less than 5, f of x is minus x plus 5. Now replace x by 5. Minus 5 plus 5 is 0. Now right hand limit. Limit x tends to 5 plus f of x. X is tending to 5 and x is greater than 5. When x greater than 5, f of x is x minus 5. Now put x equal to 5. 5 minus 5 is 0. So left hand limit is equal to right hand limit. So limit at 5 exists. Limit x tends to 5, f of x exists and is equal to 0. Now what is f of 5? Here x is equal to 5. X minus 5. 5 minus 5 is
0. f of 5 is equal to 0. So we have left hand limit equal to right hand limit, which is equal to value of the function at 5. So this function is continuous at x equal to 5. അതായത് എക്സ് ലെസ് ദാൻ 5 ആയാലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 5 ആകുമ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അറ്റ് എക്സ് ഈക്വൽ ടു 5 ആൾസോ ദിസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഒന്ന് നമുക്ക് നോക്കിയേക്കാം. ഇതാണ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 5ൻ്റെ ഗ്രാഫ്. ദിസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് at all points x belongs to R. f of x is continuous at all x belongs to R. So this function is a continuous function. Modulus of x minus 5 is a continuous function. പക്ഷേ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. At this point this function is not differentiable. നമ്മളത് ഡിഫറൻഷ്യബിലിറ്റി നോക്കുന്ന സമയത്ത് അത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ തൽക്കാലം കണ്ടിന്യൂറ്റി പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. Now fourth one, prove that the function f of x equal to x raised to n is continuous at x equal to n where n is a positive integer. f of n കണ്ടുപിടിക്കണം. limit x tends to n f of x കണ്ടുപിടിക്കണം. Now f of n x ഉള്ള സ്ഥലത്ത് n കൊടുത്താൽ മതി. നമ്മുടെ ഫംഗ്ഷൻ x raised to n ആണ്. അപ്പോൾ f of n കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? x ഉള്ള സ്ഥലത്ത് n കൊടുക്കുക. Replace x by n. So we get n raised to n. f of n is n raised to n. Now limit x tends to n f of x is limit x tends to n f of x is x raised to n. So x raised to n. Now this is a polynomial function. So replace x by n. We get n raised to n. So limit x tends to n f of x is equal to f of n. So the function is continuous at all n belongs to n. x raised to n is continuous at n. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ ഇവിടെ എക്സ് റൈസ് ടു 1 ആണ് എടുത്തിരിക്കുന്നത്. n ഈക്വൽ ടു 1. എഫ് ഓഫ് എക്സ് ഇസ് എക്സ് വിച്ച് ഇസ് കണ്ടിന്യൂസ് അറ്റ് 1. എഫ് ഓഫ് എക്സ് ഇസ് എക്സ് സ്ക്വയർ. ദിസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2. ഫംഗ്ഷൻ ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. Now f of x is x cube which is continuous at all points of its domain R. x cube is continuous at x equal to 3. x raised to 4 is continuous at x equal to 4. So x raised to n is continuous at x equal to n. Now fifth one is the function f defined by f of x equal to x, x less than or equal to 1, equal to 5, x greater than 1. Continuous at x equal to 0, x equal to 1 and third one x equal to 2. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം? എക്സ് ഈക്വൽ ടു 0ൽ കണ്ടിന്യൂസ് ആണോ, എക്സ് ഈക്വൽ ടു 1ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യണം. അതുപോലെ എക്സ് ഈക്വൽ ടു 2ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? എഫ് ഓഫ് 0 കണ്ടുപിടിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. എഫ് ഓഫ് 0 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഇസ് ഈക്വൽ ടു 0. x is equal to 0, so clearly x is less than 1. x is 0, so 0 is less than 1. So x is less than 1. When x is less than 1, f of x is x. x less than 1. When x is 0, x is less than 1. So f of x equal to x. So f of 0 equal to 0. Limit x tends to 0, f of x is limit x tends to 0. x is very close to 0. So function is x. എക്സ് ലെസ് ദാൻ 1 ആയാൽ എല്ലാം ഫംഗ്ഷൻ എക്സ് ആണ്. എക്സ് 0ൻ്റെ അടുത്ത് വരുമ്പോൾ ഫംഗ്ഷൻ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയാൽ മാത്രമേ 5 തരൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ എക്സ് എടുക്കുന്നത്. എക്സ് ഇസ് വെരി ക്ലോസ് ടു 0. സോ ഫംഗ്ഷൻ ഇസ് എക്സ്. Now put x equal to 0, we get 0. Therefore limit x tends to 0, f of x is equal to f of 0. So this function is continuous at x equal to 0. ഈ ഫംഗ്ഷൻ 0ൽ കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 2 കൂടി ചെക്ക് ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. 0ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒക്കെ ഈക്വൽ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് എഫ് ഓഫ് 0 ഇസ് ഓൾസോ 0. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്തത് എവിടെയായിരിക്കും? 1ൽ കണ്ടിന്യൂസ് അല്ല. 1ൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 1 ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 5 ആണ്. When x tends to 1 plus f of x tends to 5. So left hand limit is not equal to right hand limit. So the function is not continuous at x equal to 1. x equal to 2 ആയാലോ? ഇവിടെയാണ് ഫംഗ്ഷൻ്റെ വാല്യൂ 5 ആണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ.
എക്സ് ലെഫ്റ്റ് നിന്ന് വന്നാലും റൈറ്റ് നിന്ന് വന്നാലും എഫ് ഓഫ് എക്സ് 5 തന്നെ ആയിരിക്കും. ഇനി ഇവിടെ ഇരിക്കുന്ന ഏത് എക്സ് വാല്യൂ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 5 ആണ്. ലിമിറ്റും 5 തന്നെ ആയിരിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുന്ന സമയത്തൊക്കെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എക്സ് ലെസ് ദാൻ 1 ആയി കഴിഞ്ഞാൽ ഒക്കെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ബട്ട് അറ്റ് എക്സ് ഈക്വൽ ടു 1 ഫംഗ്ഷൻ ഇസ് നോട്ട് കണ്ടിന്യൂസ്. ജമ്പാണ്, ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ജമ്പാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ മാത്രം അത് കണ്ടിന്യൂസ് അല്ല. At x equal to 1, limit x tends to 1 minus f of x equal to, when x is 1, f of x is x. So replace this f of x by x. Limit x tends to 1, x is 1. Limit x tends to 1 plus f of x, when x is greater than 1, f of x is 5. So replace this f of x by 5. 5 is a constant function. Limit x tends to 1, 5 is 5. So left hand limit is not equal to right hand limit. Therefore, limit x tends to 1, f of x does not exist. So f of x is not continuous at x equal to 1. Now let x is equal to 2. That is x is greater than 1. When x is greater than 1, f of x is 5. So f of 2 is equal to 5. Limit x tends to 2, f of x is equal to 5. So f of 2 is 5. Limit at 2 is also 5. Therefore, limit x tends to 2, f of x is equal to f of 2. So the function is continuous at x equal to 2. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യത്തിന്റെ സമ്മറിയാണ് ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. എ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് 3 ഓഫ് ദ ഫോളോവിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഫസ്റ്റ് വൺ, ദ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു എ. ദാറ്റ് ഇസ് എഫ് ഓഫ് എ ഇസ് ഈക്വൽ ടു എ റിയൽ നമ്പർ ഓർ എ ഇസ് ഇൻ ദ ഡൊമെയിൻ ഓഫ് എഫ്. Now second one, the limit of function as x approaches a exists. That is limit x tends to a, f of x exists. Third one, the limit of the function as x approaches a is equal to the value of the function at x equal to a. That is limit x tends to a, f of x equal to f of a. Okay, ഈ മൂന്ന് കണ്ടീഷൻസ് ആണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവാൻ വേണ്ടത്. എ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ if a is in its domain, limit x tends to a, f of x exists, and limit x tends to a, f of x equal to f of a. ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. ഇത് വൃത്തിക്ക് എഴുതി വെച്ചിട്ട് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണേ. ഇനി നമ്മൾ ആദ്യം നോക്കിയ ഫംഗ്ഷനാണ്, മാൻ ഹോൾ ഇരിക്കുന്ന ഈ ഫംഗ്ഷനാണ്. ഈ ഡിസ്കണ്ടിന്യൂറ്റിനെ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. അതായത് നമ്മൾ ഈ ഫംഗ്ഷൻ റീഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനെ നമുക്ക് കണ്ടിന്യൂസ് ആക്കിയിട്ട് മാറ്റാം. എങ്ങനെയാണ് റീഡിഫൈൻ ചെയ്യേണ്ടത്? എക്സ് ഈക്വൽ ടു 2ൽ 0 ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് എക്സ് ഈക്വൽ ടു 2ൽ 4 ആക്കി മാറ്റണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 2 വെൻ എക്സ് നോട്ട് ഈക്വൽ ടു 2 ആൻഡ് ഈക്വൽ ടു 4 വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2. അന്നേരം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു 4 ആയിരിക്കും. അതുപോലെ തന്നെ എഫ് ഓഫ് 2ഉം 4 ആയിരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 2 ആയിട്ട് വരും. ദെൻ ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും എന്നറിയാവോ? ഇത് എക്സ് പ്ലസ് 2 ആണ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ആയിട്ട് മാറും. അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റിനെ നമ്മൾ വിളിക്കുന്നത് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. ഫംഗ്ഷൻ റീഡിഫൈൻ ചെയ്താൽ നമുക്ക് ആ ഡിസ്കണ്ടിന്യൂറ്റി മാറ്റാം. ഓക്കെ, ഇനി ഈ ടൈപ്പ് ഡിസ്കണ്ടിന്യൂറ്റി എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒന്നെങ്കിൽ ഇൻഫിനിറ്റിലോട്ട് അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിലോട്ട് പോകും. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി. എഫ് ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഓർ എഫ് ഓഫ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി വെൻ എക്സ് ടെൻസ് ടു എ, വിച്ച് ഇസ് നോൺ ആസ് ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി. Q of x equal to x, 0 less than or equal to x less than or equal to 10, 4 when x greater than 10. ഈ ഡിസ്കണ്ടിന്യൂറ്റി പറയുന്നത് ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി. ഫംഗ്ഷൻ ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തും, 10ലേക്ക് എത്തും, അവിടെ നിന്ന് ഒരു ജമ്പാണ് 4ലേക്ക്. Okay, this discontinuity is known as jump discontinuity. Here left hand limit is not equal to right hand limit. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചിരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി നോക്കി നമ്മൾ, അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് ആൻഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ഇതൊക്കെ പ്രോബ്ലംസ് ഒക്കെ നോട്ടിൽ നന്നായിട്ട് എഴുതണം, നന്നായിട്ട് പഠിച്ചിട്ട് വെക്കണം. കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ പ്രോബ്ലംസ് നമ്മൾ അടുത്ത വീഡിയോയിലും കൂടി ചെയ്യും. ഓക്കെ, താങ്ക് യു.